എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രേവതിക്കുട്ടി കൃഷ്ണേനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അലീന ചേച്ചിയുടെ കാര്യം ഇവിടുത്തെ അങ്കിളിനോടും ആൻറ്റീനോടും പറഞ്ഞിട്ടുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, നമുക്ക് ഒരു 4 മണി വരെ നോക്കാമെന്ന് പറയാൻ കേട്ടോ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അലീന ചേച്ചിയായിരുന്നു എൻ്റെ ധൈര്യം, ഇപ്പോൾ അതും പോയി എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമെന്നേ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയാണെങ്കിലും കൃഷ്ണേനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഴിക്കാതിരിക്കല്ലേ, പിന്നെ കുറേ കഴിയുമ്പോൾ ആകെ നിരാശയാവും. മനസ്സിന് ധൈര്യം കിട്ടണമെങ്കിൽ ശരീരത്തിന് ഇങ്ങനെ ബലം വേണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറയുകയാണ്. നമുക്ക് നോക്കാമെന്നേ, അങ്കിളും ആൻറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ വിളിക്കാനും വയ്യ, അച്ഛൻ്റെ ഫോൺ അലീന ചേച്ചി ഇവിടെ വാങ്ങി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും അതുപോലെ തന്നെ നാളെ രാവിലെ പത്രത്തിലൊക്കെ ന്യൂസ് വരുമല്ലോ, അപ്പോൾ ചിലട്ടെങ്കിലും അച്ഛൻ്റെ നമ്പർ എടുത്ത് വിളിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്തായാലും കൃഷ്ണേനെ സമാധാനിപ്പിച്ച് രേവതിക്കുട്ടി ഫോൺ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെ കഴിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അലീനയെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നേരെ സ്റ്റേഷനിലേക്കാണോ അതോ ക്യാമ്പിലേക്കാണോ പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വനിതാ കോൺസ്റ്റബിൾ പറയും, സ്റ്റേഷനിലേക്ക് പോയാൽ മതി, ഇവിടെ SHOയുടെ മുന്നിൽ ഹാജരാക്കേണ്ടതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ SI പറയുന്നുണ്ടായിരുന്നു, ഇവളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണമെങ്കിൽ ഇവളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ വനിതാ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു, എനിക്കിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയാൽ മതി എന്ന് പറയും കേട്ടോ. എന്നാൽ ശരി, സ്റ്റേഷനിലേക്ക് വണ്ടി വിട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണ മനുവിനെ വിളിച്ചിട്ട് അലീനേനെ പോലീസ് കൊണ്ടുപോയ കാര്യം പറയൂ കേട്ടോ. മനു ആണെങ്കിലും കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ അലീനേനെ പോലീസ് കൊണ്ടുപോയത് എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ രോഹിയേട്ടൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അതെന്തിനാ അവിടെ വെച്ച് ചോദിച്ചാൽ പോരായിരുന്നോ, എന്തിനാ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ഉടനെ വരില്ലേ മനുവേട്ടാന്ന്, അപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതാണെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ വിടണം, അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യണം എന്ന് പറയും കേട്ടോ. എന്തായാലും മനുവേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടോ, അച്ഛനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മനു പറയും, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഗോവർദ്ധനങ്ങളിനെ വിളിച്ച് കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് മനു പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ കമല ഓടി വരും കേട്ടോ. നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയും, എനിക്ക് കടപ്പാട്ടൂരും അതുപോലെ തന്നെ വക്കീലിൻ്റെ അടുത്ത് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ കമല സമ്മതിക്കുന്നില്ല കേട്ടോ. ഹരീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് നിനക്ക് എവിടെയും പോകാൻ വയ്യായിരുന്നു, ഇപ്പോൾ അലീനേനെ പോലീസ് പിടിച്ചപ്പോൾ നിനക്ക് അങ്ങ് പോകാൻ പറ്റുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഹരി തെറ്റ് ചെയ്തിട്ടാണ്, അലീന എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് നോക്കിട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, അവൾ ചെയ്തതൊന്നും എന്നെക്കൊണ്ട് പറയിക്കേണ്ട എന്നിങ്ങനെ പറയൂട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പം മനു അറിയുന്നുണ്ടായിരുന്നു, അമ്മ പറയേ, ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയും കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ കമല പറയുകയാണ്, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ, ഒരു വെള്ളിയാഴ്ച, അച്ഛൻ മരിച്ച പിറ്റേ ദിവസം, സഞ്ജയനും കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറയും കേട്ടോ. ആ വെള്ളിയാഴ്ചയ്ക്ക് ഇപ്പം എന്താ കുഴപ്പം, ഞാനതൊന്നും ഓർത്തിരിക്കുന്നില്ല എന്നിങ്ങനെ മനു പറയുന്നുണ്ട്. അതിനുശേഷം കമല പറയുകയാണ്, അച്ഛൻ അവളെ കഴക്കൂട്ടത്ത് പോയി കണ്ട ശേഷം അച്ഛൻ ഇങ്ങനെ 2 ആഴ്ച ജീവിച്ചിരുന്നത്, പിന്നീട് അച്ഛൻ ഇവിടെ എല്ലാം വടിയും പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ, അവളെ കണ്ടു വന്ന ശേഷം അച്ഛൻ കിടപ്പിലായി, 2 ആഴ്ച കൂടുതൽ കിടന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെ അവളെ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു 2 വർഷം കൂടെ അച്ഛൻ അതുപോലെ ഇങ്ങനെ ഓടി നടന്ന് ജീവിച്ചേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ മരിച്ചതിന് അലീന ഇപ്പം എന്ത് പഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നത്, അവളുടെ ദൃഷ്ടി കൊണ്ടാണ്, അവൾക്ക് ഇങ്ങനെ സർപ്പദൃഷ്ടിയാണ്, അവൾ നോക്കുന്നിടം മുടിയും എന്നൊക്കെ, അവളുടെ ദൃഷ്ടി പതിയുന്നിടം മുടിയും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ആ അമ്മയ്ക്ക് അതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയേ. അപ്പോൾ ഞാൻ വന്നിടമൊന്നും മുടിഞ്ഞിട്ടില്ല, ഞാൻ വന്ന ശേഷം ഇവിടെ വെച്ചടി കയറ്റാണ് ഉണ്ടായത് എന്നൊക്കെയാണ് കേട്ടോ കമല പറയുന്നത്. അപ്പോൾ മനു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ആ തെങ്ങ് കയറ്റക്കാർക്കും അങ്ങനെ കള്ളുചെത്തുകാർക്കും പിന്നെ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്കാണ് വെച്ചടി കയറ്റുണ്ടായിരുന്നു കളിയാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മനുവിനെ പുറത്തേക്ക് പോകാൻ കമല സമ്മതിക്കുന്നില്ല കേട്ടോ. പോലീസ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, നിനക്ക് അമ്മയാണോ വലുത് അവളാണോ വലുത് എന്നൊക്കെ ചോദിക്കും. എന്തായാലും മനുവിന് പോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ മനു പിന്നെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് ഗോവർദ്ധനങ്ങളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആൾ മാറിപ്പോയോ എന്നൊരു സംശയം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വക്കീലിനെ കാണാൻ വന്നാണെന്ന് പറയട്ടോ ഗോവർദ്ധൻ. അപ്പോൾ അലീനേനെ പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി എന്ന് കൃഷ്ണമോൾ വിളിച്ച് പറഞ്ഞു, എന്താ കാര്യം എന്നൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഗോവർദ്ധനെ ചോദിക്കുന്നുണ്ട്, അവൾ എന്നാത്തിനെ കൊണ്ടുപോയത്, അവൾ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, അവളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി, വനിതാ പോലീസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അങ്കിളൊന്ന് അന്വേഷിക്കണേന്ന് പറയും കേട്ടോ. പിന്നെ മനു പറയുന്നുണ്ടായിരുന്നു, ഈ റേപ്പ് കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് പോലീസിൻ്റെ ഐഡിയ എന്താണെന്നൊന്നും അറിയില്ല,
അങ്കിളൊന്ന് അന്വേഷിക്കണേന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അവിടെയാണല്ലോ എന്ന് പറയും. അപ്പോൾ ആ അങ്കിളിനെ ഞാൻ വിളിച്ചിരുന്നു, ആ അങ്കിൾ ട്രാഫിക്കിലാണെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനുവിനോട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, നാട്ടുകാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ടെന്ന്. മനു പറയും ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഗേറ്റിന് പിന്നെ റിമോട്ട് സിസ്റ്റം ആയതുകൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആർക്കും തുറക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എവിടെയും ഇങ്ങനെ ടെക്സ്റ്റൈൽസും ഇതൊക്കെ അടച്ചിടാൻ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആൾക്കാരിങ്ങനെ കല്ലേറൊക്കെ നടത്തിയിരുന്നു എന്ന് പറയും കേട്ടോ. എന്തായാലും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാമെന്ന് ഗോവർദ്ധൻ പറയുകയെ. അത് കഴിഞ്ഞ് പിന്നീട് അലീനനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ പത്രക്കാരും മീഡിയക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണോ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി, അതാണോ അതല്ലെങ്കിൽ ഇത് പ്രതിയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് വളയുന്നുണ്ട് കേട്ടോ. അവരെല്ലാം തട്ടി മാറ്റി അലീനനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ലോക്കപ്പിൽ ആയിരുന്നു കേട്ടോ ഹരിയും രോഹിതൊക്കെ. അവരെ ഇങ്ങ് നോക്കിക്കൊണ്ട് അവരെ കടന്നിട്ടാണ് കേട്ടോ അലീന അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നത്. SI ആണെങ്കിലും CI വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. CI റൂമിലാണ്, ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ അലീനേനെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. അപ്പോഴേക്കും ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളൊരു കോൺസ്റ്റബിളിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഇങ്ങോട്ട് വന്നത് ഗോവർദ്ധൻ സാറേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അളിയൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടീനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ CIനെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ CIനെ കാണണ്ട, അദ്ദേഹം ഇപ്പോൾ എന്തോ ഉടക്കിയിരിക്കുകയാണ്, എന്നെ സാറിനെ കാണേണ്ടത് രമേശ് നമ്പ്യാരല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കേട്ടോ. SIയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, രമേശ് നമ്പ്യാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം കാണുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, നീ ആ ബാലചന്ദ്ര മേനോൻ്റെ അളിയനല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ എന്താ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനനെ കസ്റ്റഡിയിലെടുത്ത് കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയും. അപ്പോൾ നിന്നോട് ആരാ പറഞ്ഞത് അത് അന്വേഷിക്കാനെന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയും, വീട്ടിലെ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ കാര്യം അന്വേഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയൊന്നുമല്ല, അതൊരു പാവം പെൺകുട്ടിയാണ്, അവളെ കൊണ്ട് ആർക്കൊരു ദ്രോഹവും ഇല്ല എന്ന് പറയുമ്പോൾ SI ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ അറിയാം കുറച്ചൊക്കെ, അതൊക്കെ സ്റ്റേഷനിലും എത്തുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അവളിങ്ങനെ വീട്ടിലെ യജമാനത്തിനെ പുറത്താക്കിയിട്ട് അവിടുത്തെ യജമാനെ തട്ടിയെടുത്ത് അവളല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് പറയും കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലയെന്നോ, ഇപ്പം ബാലചന്ദ്ര മേനോൻ്റെ ഭാര്യ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വൈജയിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നടന്ന ആക്സിഡൻ്റ് ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ രാത്രി 1:30 മണിക്കല്ലേ ഇറങ്ങിപ്പോയത്, ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട എന്നുള്ളതിൽ അയാൾ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനനെ ഉടനെ വിട്ടയക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ ചോദ്യം ചെയ്യുമ്പോൾ അവളുടെ മറുപടി പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. SI ആണെങ്കിലും ഗോവർദ്ധനോട് പറയുന്നത്. അപ്പോൾ അലീനനെ കാണാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ രോഹിത്തിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും അതും പറ്റില്ല എന്നായിട്ട് പറയുന്നത്. രോഹിത്തിനെ പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ പ്രമാദമായിട്ടുള്ള കേസാണ്, അല്ലാതെ ഈച്ച കേസൊന്നുമല്ല, ഇത് സൂര്യനെല്ലി പോലെ കേരളം നാളെ കത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവനെയും കാണാൻ പറ്റില്ല, പ്രതികൾ ആരെയും കാണാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഗോവർദ്ധൻ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോരും കേട്ടോ. പിന്നീട് രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മേനെയും ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്ന സമയത്ത് രേവതിക്കുട്ടി അലീനയുടെ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. അലീന ചേച്ചീനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇതുവരെ വിട്ടയച്ചില്ല, ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പ്രതികളെ ഇരുത്തിയിരിക്കുന്ന പോലെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കൃഷ്ണജനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ സ്റ്റേഷനിൽ പോയി നോക്കിയെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഗോവർദ്ധൻ അങ്കിള് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചായിരുന്നു, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ അങ്കിള് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, അലീനനെ ചോദ്യം ചെയ്യുന്നത് CI ആണ് കേട്ടോ. CI ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനുമായിട്ട് നിനക്ക് എന്തെങ്കിലും വിഹിത ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ പ്രതികളെ എങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്